ഹായ് ബ്ലിങ്കി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത പ്രവാസി ചേട്ടന്മാർക്കുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഇത് മൊത്തം ഷെഡ് ഒന്ന് ഓട്ടിച്ച് ഒന്ന് കാണിച്ച് തരുമെന്ന് ചോദിച്ചു, ഇതിൻ്റെ വിവരവും എല്ലാം പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ്. ദിവസം നമുക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് രാത്രി 12 മണിക്ക് എത്തിച്ചു തരും. അപ്പോൾ 3700 കോഴിയാണ് നമുക്ക് രാത്രി 12-12:30 ആകുമ്പോൾ എത്തിച്ചു തരുന്നത്. 3700 കോഴിയുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഫാനുണ്ട്. അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ മൊത്തം ഫാനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിന് കിടക്കാൻ പറ്റൂ. ചൂട് കൂടി ഇത് കുറേശ്ശേയൊക്കെ ചത്തു തുടങ്ങും. രാവിലെ ഒരു 7:30 ആകുമ്പോൾ നമുക്ക് തീറ്റി കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക്. അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം നന്നായിട്ട് വെള്ളപ്പാത്രം എല്ലാം നന്നായിട്ട് കഴുകി വെക്കണം. പിന്നെ പൊടി മറിക്കണം. പൊടി നന്നായിട്ട് മറിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിന് ആ പൊടി അടിച്ചിട്ട് ജലദോഷം പിടിക്കും, അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ ഡെയിലി മറിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ വൈകുന്നേരം 5 മണിക്കാണ് തീറ്റിയിടാൻ വരുന്നത്. 5 മണിക്ക് തീറ്റിയിട്ട് പിന്നെ ഒന്നും കൂടെയൊക്കെ കോഴി നന്നായിട്ടൊക്കെ നോക്കി കുറച്ച് പൊടിയില്ലാത്ത സ്ഥലത്ത് പൊടിയൊക്കെ വാരിയിട്ട് കംപ്ലീറ്റ് കൺഫേം ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ നമ്മൾ മോർണിംഗിൽ ഫാൻ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ വൈകിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് എല്ലാം കൺഫേം ചെയ്ത് കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. മൊത്തം ഇത് മേക്ക് ചെയ്ത് നമ്മളെ എഞ്ചിനീയറായ അച്ചായനാണ്. അപ്പോൾ അച്ചായനോട് നമുക്ക് ചോദിക്കാം, ഇത് എത്ര രൂപയ്ക്ക് ചെയ്ത്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര കോഴി ഇടാൻ പറ്റും, എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പ്രവാസികൾക്ക് വേണ്ടിയാണ് കേട്ടോ, റിക്വസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അച്ചായനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അച്ചായ ഇത് ഫുള്ള് അകവും കുറവ് എല്ലാം ചെയ്യുന്നതിന് എത്ര ലക്ഷം രൂപ സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് നല്ല ലൊക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ സെയിം സ്ക്വയർ ഫീറ്റിലാണ് വീഴുന്നതെങ്കിൽ ഒരു 6 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ഷെഡിൻ്റെ പരിപാടികളെല്ലാം 90% തീർത്ത് പോകാൻ പറ്റും. അതിനകത്ത് പിന്നെ വെള്ളത്തിൻ്റെയും ചെറിയ എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നോർമലി വരുന്നതാണ്. വലിയ എക്സ്പെൻസ് ഇല്ലാതെ എക്സ്പെൻസ് മാക്സിമം കുറച്ച് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഫണ്ടാണ് എല്ലാവർക്കും വലിയ വിഷയം വരുന്നത്. ആ ഫണ്ടുകളെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൈനഷ്ടം വരാത്ത രീതിയിൽ, എന്നെങ്കിൽ ഇത് 42 ദിവസങ്ങളിൽ ഒരു ചീരകൃഷി പോലെ കൃഷിയായിട്ട് പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള പരിമിതിക്കകത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് ലക്ഷങ്ങൾ വാരി മുടക്കി അനാമത്ത് പൈസകൾ കളഞ്ഞ് അതിൻ്റെ പുറകെ കുറേ നടന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 45 ദിവസം കൊണ്ട് നമുക്ക് കോഴി പോകുന്നെങ്കിൽ നമ്മളത് കണക്കാക്കിയാണ് അതിന് എക്സ്പെൻസ് മുടക്കേണ്ടത്. അല്ലാണ്ട് ഒരുപാട് പൈസയും വാരി മുടക്കേണ്ട കാര്യമില്ല. എല്ലാം നോർമൽ രീതിയിൽ പോയാൽ ഒരു വരി കട്ട കെട്ടുക, ഒരു 3 അടി മിസ്റ്റടിക്കുക, അതിൻ്റെ മേലോട്ട് സാധാരണ നോർമൽ മീൻവല ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തെങ്കിൽ നമുക്ക് എക്സ്പെൻസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ 1/2 ഇഞ്ച് പൈപ്പാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത്രയും വെള്ളത്തിൻ്റെ ലോഡ് കുറച്ച് വരും. നമ്മൾ ഡ്രിങ്കറിൻ്റെ നിബിൾ പോകത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ അറേഞ്ച് ചെയ്ത് പോയാൽ നമുക്ക് ഒരു മാക്സിമം എക്സ്പെൻസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാര്യം. അറേഞ്ച് ചെയ്ത് ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. കോഴികൾ അതിൻ്റെ അടിയിൽ കയറി ചുമ്മാണ്ട് കിടന്നോളും. നമുക്കത്ര സ്ഥലം വേസ്റ്റായിട്ട് പോകത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. തട്ട്, സ്റ്റാൻഡ്, ഇതെല്ലാം നമ്മൾ ആ പരിമിതിക്കകത്ത് നിർത്തി തന്നെ ചെയ്യുന്ന കാര്യമാണ്. അതിപ്പോൾ അതിനായിട്ടൊരു എക്സ്പെൻസോ കാര്യങ്ങളോ നമുക്ക് മുടക്കേണ്ട ആവശ്യം വരുന്നില്ല.